Hi and welcome to the new video. So in this video, I'll be discussing about input quantization error. Okay. അപ്പോൾ തൊട്ട് മുന്നത്തെ വീഡിയോസിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ക്വാണ്ടൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തിനാണ് ക്വാണ്ടൈസേഷൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് ചെയ്യുമ്പോൾ എറർ വരും എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ രണ്ട് മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുന്നതെന്നും പറഞ്ഞു, റൗണ്ടിങ്ങും ട്രങ്കേഷനും. റൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തൊട്ട് അപ്പർ ലെവലിലേക്കോ ലോവർ ലെവലിലേക്കോ റൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രങ്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് എന്തായാലും വരുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഇ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂ ഓഫ് എൻ മൈനസ് എക്സ് ഓഫ് എൻ. ഇങ്ങനെയാണ് എറർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ എക്സ് ക്യൂ ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾഡ് ക്വാണ്ടൈസ്ഡ് വാല്യൂ ആണ്. എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾ അൺക്വാണ്ടൈസ്ഡ് വാല്യൂ ആണ്. അത് നമുക്ക് ആക്ച്വലി ഒരു അനലോഗ് സിഗ്നൽ എക്സ് ഓഫ് ടി ആണ് ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്, ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സാമ്പിളിംഗ് ആണ്. സോ അനലോഗ് സിഗ്നൽ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് എൻ കിട്ടും. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സാമ്പിളിംഗ് ആണ്. സോ അനലോഗ് സിഗ്നലിനെ സാമ്പിളറിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഓഫ് എൻ കിട്ടി. ഇതിനെ അടുത്ത സ്റ്റേജ് ആയിട്ട് എന്തിൽ കൂടെ കടത്തി വിടുകയാണ്? ക്വാണ്ടൈസേഷൻ ചെയ്യാണ്. അപ്പോൾ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ് ക്യൂ ഓഫ് എൻ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മളുടെ എറർ ഉണ്ടാവുന്നത്. ഈ എറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾഡ് quantized value and sample unquantized values that is given by e of n equal to x q of n minus x of n. ഓക്കെ. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, റൗണ്ടിങ്ങിന്റെ കേസിൽ നമുക്ക് എറർ എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിലായിട്ട് വരിക -2⁻² -2⁻b/2 ഇടയിലാണ് വരിക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിനെക്കാട്ടിലും മേലെ വരാം, അല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ട് വരാം. റൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ താഴേക്കോ മേലേക്കോ ആണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ വരാം. അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? -q/2. ക്യൂ എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റെപ്പ് സൈസ് ആണ് ക്യൂ എന്നുള്ളത്. ഓൾറെഡി നമ്മൾ മുന്നേ പറഞ്ഞു പോയിട്ടുള്ളതാണ് ക്യൂ. ചില ബുക്കുകൾ അത് ഡെൽറ്റ എന്നായിരിക്കാം, ചിലതിൽ അത് ഡെൽ എന്നായിരിക്കാം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് 2⁻⁻b. അതിൽ മൊത്തം b+1 ബിറ്റ്സ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അതെല്ലാം പറഞ്ഞു വരുന്നത്. ഇവിടെ തന്നെ റേഞ്ച് നമ്മൾ നോർമലി എടുക്കുന്നത് എന്താ പറയുക, ടു എന്നുള്ള രീതിയിലാണെങ്കിൽ 2/something എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് ശരിക്ക് 2/2b+1 അത് ക്യാൻസൽ ചെയ്തിട്ടാണ് 1/2b വരുന്നത്, അല്ലെങ്കിൽ 2⁻⁻b സ്റ്റെപ്പ് സൈസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. എന്തായാലും ഈ റേഞ്ച് വരാൻ പോകുന്നത് റൗണ്ടിങ്ങിന്റെ കേസിൽ -q/2നും q/2നും ഇടയിലാണ് വരിക. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. മീൻ വാല്യൂ ഓഫ് എറർ എന്താണ്? ഇവിടെ 0 ആണ്. എററിന്റെ മീൻ വാല്യൂ 0 ആണ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. പിന്നെ അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ് ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. -q/2നും q/2നും ഇടയിൽ ഈക്വൽ പ്രോബബിലിറ്റി ആയിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. പി ഓഫ് ഇ പ്രോബബിലിറ്റി എററിന്റെ. അപ്പൊ അത് ഈക്വൽ പ്രോബബിലിറ്റി എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ എറർ 0 ആണെന്നുള്ളതാണ് റൗണ്ടിങ്ങിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ക്വാണ്ടൈസേഷൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വൽ കിട്ടിയിട്ടുള്ള മാഗ്നിറ്റ്യൂഡിനെ ഒരു ലെവലിലേക്ക് ചെയ്തിട്ട് എന്താ പറയാ, അതിനെ ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോൾ എത്രത്തോളം നല്ല രീതിക്ക് ആവുന്നു എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പൊ അതിന് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് വരാൻ പോകുന്നത് ഈ പ്രോബബിലിറ്റി, അതിന്റെ മീൻ വാല്യൂ, പിന്നെ വാരിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വരും. വാരിയൻസ് എന്ന് പറഞ്ഞ അത് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഇതിപ്പോൾ എന്തായാലും റൗണ്ടിങ്ങിന്റെ കേസിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവാണ് ഈ കാണുന്നത്. അതേപോലെ നമ്മുടെ ക്വാണ്ടൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം നമുക്ക് വിത്ത് റൗണ്ടിങ് വെച്ചിട്ട് എന്താ പറയുക, ക്വാണ്ടൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് തൽക്കാലത്തേക്ക് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇതാണ് നമ്മുടെ സിഗ്നൽ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ എന്തെങ്കിലും ഒരു സിഗ്നൽ എന്ന് വിചാരിക്കും. നോർമലി അത് ഇപ്പോൾ സൈനസോയിഡൽ സിഗ്നലാണെന്ന് വിചാരിക്കും. ഇപ്പോൾ എന്ത് സിഗ്നൽ ആയാലും നോർമലി അതിനെ സ്കെയിൽ ഡൗൺ ചെയ്തിട്ട് നമ്മളത് 1നും -1നും ഇടയിലുള്ള ഒരു റേഞ്ചിലേക്കായിരിക്കും അധികം കൊണ്ടുവന്നിട്ടുണ്ടാവുക ആ സിഗ്നലിനെ. ഓക്കെ. അല്ലാണ്ട് എല്ലാ ഹൈ മാഗ്നിറ്റ്യൂഡുള്ള സാധനങ്ങളൊന്നും ആയിരിക്കില്ല. അധികം 1നും -1നും ഇടയിൽ ഇപ്പോൾ ഒരു 2 പീക്ക് ടു പീക്ക് ആ രീതിയിലേക്ക് ആയിരിക്കാം. അപ്പോൾ വോൾട്ടോ കറണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കാണ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ തൽക്കാലം ഇപ്പം ഞാൻ ചെയ്യുന്നത് 3-bit ക്വാണ്ടൈസർ ആണെന്ന് വിചാരിക്കുക. 3-bit ക്വാണ്ടൈസർ ആണ്. അപ്പോൾ b+1 ആണ് 3. മൊത്തം 3 ആണെങ്കിൽ ഒരു ബിറ്റ് എന്ത് ബിറ്റായിട്ടാണ് പോവുക? ഈ ഒരു ബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സൈൻ ബിറ്റ് ആയിട്ട് എടുക്കുന്ന അറിയാലോ. അപ്പോൾ സ്റ്റെപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരിക q = 2⁻⁻b 2⁻². 1/4 വരും, അതായത് 0.25.
അതാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്കറിയാം മൊത്തം 3 ബിറ്റാണ് ഉള്ളത്. അപ്പോൾ 3 ബിറ്റ് വെച്ചിട്ട് എത്ര കോമ്പിനേഷൻ പോസിബിൾ ആണെന്ന് നമുക്കറിയാം. എത്ര കോമ്പിനേഷനാണ്? 8 കോമ്പിനേഷൻ പോസിബിൾ ആണ്. അപ്പോൾ അത് ഏതൊക്കെയായിരുന്നു? അതിന് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. 4 zeros 4 ones, 2 0 2 1, പിന്നെ 0 1 0 1. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഡിജിറ്റലിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താ പറയുക, റെപ്രസെൻറ്റേഷൻ. ഇങ്ങനെ 2 ഹാഫായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ സൈൻഡ് നമ്പറാണ്. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം നമ്മൾ എന്ത് ബിറ്റാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ബിറ്റ് എന്തായാലും എന്ത് ബിറ്റാണ്? നമ്മുടെ സൈൻ ബിറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് കാണിക്കുന്നത് 0 എന്ന് പറയുന്നത് കാണിക്കുന്നത് പോസിറ്റീവ് നമ്പറിനെയാണ്. അതേപോലെ മൈനസ് നെഗറ്റീവിനെയാണ് ഈ ഭാഗം കാണിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ബൈനറി റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ഇതധികം നമ്മൾ ഉപയോഗിക്കുന്ന 2's കോംപ്ലിമെൻറ്റോ അങ്ങനത്തെ വേറെ എന്തെങ്കിലും റെപ്രസെൻറ്റേഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതൊന്നും തൽക്കാലം അതിലേക്കൊന്നും പോകണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ മൊത്തം 8 കോമ്പിനേഷനാണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിലിപ്പോൾ 4 എണ്ണം നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവ് സൈഡിലേക്ക് എന്ന് പറയാം, ബാക്കി 4 എണ്ണം നെഗറ്റീവ് സൈഡിലേക്ക് പറയാം. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 0 എന്ന് പറയുന്നത് പോസിറ്റീവ് 0 നെഗറ്റീവ് 0 എന്നുള്ള രീതിയിലൊന്നും പറയരുത്. 0 തൽക്കാലം പോസിറ്റീവ് എന്നുള്ള രീതിയിൽ അത് എടുത്തിട്ട് പോകണം. അത് 2 ഭാഗത്തേക്കായിട്ടാണ് നിൽക്കുന്നുണ്ടാവുക എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചിട്ടുള്ള ആക്സിസ് നോക്കുകയാണെങ്കിൽ ഇത് -q/2 q/2 ആണ്. അപ്പോൾ ഇതാണ് ഒരു ഇതെന്ന് പറയുന്നത്, ഒരു റേഞ്ച്, മിനിമം റേഞ്ച്. അതായത് -q/2നും q/2നും ഇടയിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ലെവലായിട്ട് 0 ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് ഞാനപ്പോൾ നമ്മുടെ വാല്യൂ വരുന്നത് ഈ -q/2നും q/2നും ഇടയിലാണെങ്കിൽ നമ്മളത് 0 എന്നുള്ള രീതിയിലെടുക്കും. അതായത് 0 0 0 എന്നുള്ള റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് അതിനെ കാണിക്കുക. ഇനി ഓരോ അടുത്ത ലെവൽ, ഇപ്പോൾ ഇത് q/2 ആണ്. q/2 കഴിഞ്ഞാൽ അടുത്തൊരു ഇത് വരണമെങ്കിൽ ഒരു ക്യൂവിൻ്റെ ഡിഫറൻസിൽ വരണം. അപ്പോൾ 3q/2 എന്ന് q/2 കുറച്ച് നമുക്കറിയാം q ആണെന്നുള്ളത്. അപ്പോൾ ഈ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത ലെവലിലേക്കാണ് അത് പോവുക. അതായത് q എന്നുള്ള ലെവലിലേക്ക് പോകും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ അടുത്ത റെപ്രസെൻറ്റേഷനായ 0 0 1 വരും. ഇനിയിപ്പോൾ 3q/2നും 5q/2നും ഇടയിലാണെങ്കിൽ എവിടേക്ക് പോകും? 2q പോകും. അടുത്ത റേഞ്ച് വന്നു കഴിഞ്ഞാൽ എവിടേക്ക് പോകും? 3q പോകും. അപ്പോൾ ഇതിനൊക്കെ മാറി 0 1 0 0 1 1. ഇപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇവിടെയുള്ള റേഞ്ച് റെപ്രസെൻറ്റേഷൻ വരുന്നത്. അപ്പോൾ പോസിറ്റീവിൽ എന്തായാലും ഇത്ര വരാൻ പോകുള്ളൂ. അപ്പോൾ അതവിടെ കഴിഞ്ഞു. നെഗറ്റീവിൽ ഓൾറെഡി നമ്മൾ ഈ 0 ഇവിടെ കവർ ചെയ്ത് പോയിട്ടുള്ളതുകൊണ്ട് അടുത്ത ഓരോ ലെവലുകളായിട്ട് വരിക. അത് നേരെ തിരിച്ചാണ് വരിക മാത്രം, നേരെ ബൈനറി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് അതിനനുസരിച്ച് ലെവലുകൾ നമുക്കവിടെ മാർക്ക് ചെയ്യാൻ മാത്രം. സോറി, ഇതാണ് ഒരു ലെവല് വരുന്നതെങ്കിൽ അടുത്തത് ഈ ലെവലായിരിക്കും വരിക. ഓക്കെ, അതേപോലെ -3q എന്നുള്ള ലെവൽ വരും. ഇവിടെ എന്തും കൂടിയും കിട്ടാം, -4q കൂടിയും കിട്ടാം. ഈ രീതിക്കായിരിക്കും ഇതിൻ്റെ ലെവലുകൾ പോവുക. അപ്പോൾ ഇത് ചിലപ്പോൾ 1 1 1 0, അതായത് 1 1 1 1 1 0 1 0 1 1 0 0 എന്നുള്ള ഫോമാറ്റിലായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും ജോയിൻ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിക്കാണ് നമ്മളുടെ എന്ത് വരിക, ക്വാണ്ടൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് വരിക. ഇതിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യം കൂടിയൊക്കെ വേണമെങ്കിൽ ഇതിൽ പറയാവുന്നതുണ്ട്. ഇപ്പോൾ നമുക്ക് ഫുൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേഞ്ച് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കില്ല. അപ്പോൾ ഇതിൽ പോസിറ്റീവിൽ ഇപ്പോൾ 3 ഇതാണ് റേഞ്ച്, 1 2 3 ഇത്രയും റേഞ്ചാണ് പോകുന്നതെങ്കിൽ നെഗറ്റീവിൽ ഒരു ഇതും കൂടി കൂടുതൽ വരും. അപ്പോൾ അതാണ് അതിലത്തെ ഒരു കാര്യം. പിന്നെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് 7q/2 വിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇതിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർഫ്ലോ എന്നാണ് പറയുക. ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് എന്ത് വന്നു കഴിഞ്ഞാലും അത് നമ്മൾ എന്തായിട്ട് തന്നെ എടുക്കും, ഈ ഒരു ലെവലായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാണ് ചെയ്യുക. അതേ സംഭവം തന്നെ എവിടേക്കും സംഭവിക്കുക. ഇതിൻ്റെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും ഓവർഫ്ലോ വരും. അതും നമ്മളവിടെ ലാസ്റ്റത്തെ ലെവൽ എവിടെയാണ് നിൽക്കുന്നത് അതിനായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യും. ഈ കേസിലാണെങ്കിൽ 3q ആണെങ്കിൽ 3q, ഇവിടെ ആണെങ്കിൽ -4q, ആ ലെവലിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കേസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാണ്ടൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത്, പ്രോബബിലിറ്റിയുടെ മീൻ വാല്യൂ, എററിൻ്റെ മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇത് ക്വാണ്ടൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് റൗണ്ടിങ് ആണ്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് വെച്ചിട്ടും പറയാം, ട്രങ്കേഷൻ വെച്ചിട്ടും പറയാം. ഓക്കെ, സോ ട്രങ്കേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, തൊട്ട് താഴെയുള്ള
ഹയർ ലെവൽ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ, തൊട്ട് താഴെയുള്ള ലെവൽ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ക്വാണ്ടൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നതിനേക്കാളും ചോടെയായിരിക്കും. എറർ എന്ന് പറയുന്നത് നമുക്ക് എന്താ, ഒന്നെങ്കിൽ 0 വരാം, അല്ലെങ്കിൽ മാക്സിമം പോയാൽ -q. ഇപ്പോൾ -qനും 0ക്കും ഇടയിലാണ് എറർ വരിക. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് ഇങ്ങനെയാണ് വരിക. ഈ കേസിൽ പക്ഷേ എന്തുണ്ടായിരിക്കും, മീൻ ഉണ്ടാവും അല്ലേ. സോ ഈ കേസിൽ മീൻ ഈസ് ഈക്വൽ ടു എന്താ വരിക, -q/2. -q/2 എന്ന് പറഞ്ഞിട്ടൊരു മീൻ എന്നുള്ള വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു കമ്പാരിസൺ ലെവലിലേക്ക് വേണമെങ്കിൽ പറയാം. കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പേര്, അതായത് ഇപ്പോൾ രണ്ട് മെത്തേഡുകളാണല്ലോ ഇപ്പോൾ നമുക്കുള്ളത്. ഏതൊക്കെയാണ്, ഒന്നിപ്പോൾ പറയുന്ന ട്രങ്കേഷനും ഉണ്ട്, റൗണ്ടിങ്ങും ഉണ്ട്. ഈ രണ്ട് മെത്തേഡുകളിൽ ഏതാണ് നമ്മളിപ്പോൾ എ ഡി കൺവേർഷൻ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അതിൻ്റെ മെയിനായിട്ട് നോക്കുന്ന കാര്യം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മീൻ എററിൻ്റെ മീനാണ്. എററിൻ്റെ മീൻ നോക്കും. പിന്നെ ഒരു കാര്യം കൂടി നോക്കും നമ്മൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഈ വാരിയൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. ഇതിൻ്റെ കേസിൽ നമ്മൾ പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സിലാണ് മെയിനായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെങ്കിലും ഇവിടെ നമുക്കത് യൂസ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ വാരിയൻസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിരിക്കും ഈ സാധനം എന്നുള്ളതാണ്. അപ്പോൾ ആ വാരിയൻസും കൂടി നമ്മൾ നോക്കും. ഇപ്പോൾ മീനും വാരിയൻസും വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ഏതാണ് ആ രീതിക്കാണ് അവസാനം നമ്മൾ തീരുമാനിക്കാൻ പോകും. അപ്പോൾ അത് നമുക്ക് അടുത്തതിലേക്ക് പറയാം. അപ്പോൾ വേരിയൻസിനെ കുറിച്ച് ഡീറ്റെയിൽ പറയാം. ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ കാര്യം കൂടി ജസ്റ്റ് പറഞ്ഞു പോകാം. ക്വാണ്ടൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഈ കേസിൽ വരാൻ പോകുന്നത് ഇത് Q2Q എന്നുള്ള രീതിയിൽ ഇപ്പോൾ കറക്റ്റ് ഓരോ സ്റ്റെപ്പ് ഇതായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ മറ്റോടത്തെ പോലെ അല്ല ഉണ്ടാവുക, ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാണ്ടൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇപ്പോൾ ഇതിൽ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ അടുത്തതിൽ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് നോയ്സ് പവറിലേക്കാണ് പറയാൻ പോകുന്നത്.